ഭക്ഷണത്തിന് നല്ല രുചിയും മണവും കിട്ടാൻ വേണ്ടിയാണല്ലോ നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ ബിരിയാണി ഉൾപ്പെടെ നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാരങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് ജാതിക്കായ. തൊണ്ടു മുതൽ കായ വരെ ഒന്നും കളയാനാവാതെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സുഗന്ധവ്യഞ്ജനം. ഇതാണ് ജാതിക്കായുടെ പൂവ്. ഈ പൂവ് മുതൽ അങ്ങോട്ട് എല്ലാം തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഈ പൂവിൽ നിന്നാണ് കായ പിടിക്കേണ്ടത്. മഴക്കാലത്തും മറ്റും പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു പോവാറുള്ളത് സാധാരണയാണ്. ജാതിയിൽ തന്നെ ആൺജാതിയും പെൺജാതിയും ഉണ്ട്. ആൺമരങ്ങൾ പൂക്കുക മാത്രമേ ഉള്ളൂ. കായ്ഫലങ്ങൾ തരുന്നത് പെൺമരങ്ങളാണ്. പെൺമരങ്ങളിൽ പൂ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇതുപോലുള്ള കായ്കളായി മാറും. തുടക്കത്തിൽ പച്ച നിറത്തിൽ കാണപ്പെടുന്ന ജാതിക്കായ്കൾ അത് വലുതായി വരുന്നതോടുകൂടി ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറും. ജാതിക്കായ പാകമാകുമ്പോൾ അതിൻ്റെ തൊണ്ട് രണ്ടായി പിളർന്ന് അതിലെ കുരു പുറത്തു വരും. പിന്നീടത് തനിയെ പൊഴിഞ്ഞു വീഴും. പാകമായ ജാതിക്കകൾ തോട്ടി പറിച്ചും എടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ കട്ടിയുള്ള രണ്ട് തൊണ്ടിൻ്റെ ഉള്ളിലായിരിക്കും ഈ ജാതിക്കായ ഉണ്ടാവുക. ഇതിൻ്റെ പുറമേ കാണുന്ന ഈ ചുമന്ന ഭാഗമാണ് ജാതിപത്രി. ഉള്ളിലുള്ളത് ജാതിക്കായ. പാകമായ ഈ ജാതിക്കയുടെ ഈ തൊണ്ടുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയായിരിക്കും ഈ തൊണ്ടിനുണ്ടാവുക. ഇതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒരു പാകമാകാത്ത ജാതിക്കയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ കുരുവിൽ ജാതിപത്രിയിൽ ചുവപ്പ് നിറമല്ല, വെള്ള നിറമാണ്. ജാതിപത്രി ഇതുപോലെ ചുവന്ന കളറിൽ വന്നാലാണ് അത് മൂത്തിട്ടുണ്ടാവുക. ഇതൊരു ഇരട്ട ജാതിക്കായാണ്. വളരെ റെയറായിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഇരട്ട ജാതിക്കകൾ കാണാൻ പറ്റുക. ഈ കുരുകൾ രണ്ടും കണ്ടോ, ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്കിങ്ങനെ വേർതിരിച്ചെടുക്കാം. പിന്നീട് ഈ കുരു നമുക്കിങ്ങനെ വെയിലത്തിട്ട് ഉണക്കി വേണം സൂക്ഷിക്കാനായിട്ട്. കായ്കൾ നല്ലപോലെ ഉണങ്ങി വന്നു കഴിയുമ്പോൾ ഇത് നമുക്ക് വിൽക്കാം. ഇത് ഇങ്ങനെ തന്നെ വിൽക്കാം, അതല്ലെങ്കിൽ ഇതിൻ്റെ തൊണ്ട് പൊട്ടിച്ചും വിൽക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തൊണ്ടിനുള്ളിലാണ് ഇതിൻ്റെ പരിപ്പുണ്ടാവുക. ഇങ്ങനെ തൊണ്ട് പൊട്ടിച്ചു കൊടുക്കുന്നതിന് വില വ്യത്യാസമുണ്ട് കേട്ടോ. തൊണ്ട് പൊട്ടിച്ച് പരിപ്പ് മാത്രമാക്കി കൊടുത്താൽ കൂടുതൽ വില കിട്ടും. ഒട്ടനവധി ഗുണങ്ങളാണ് ഈ ഒരു ജാതിക്കുരുവിനുള്ളത്. ജാതിക്കയുടെ തൊണ്ടു മുതൽ ഈ കുരു വരെ ഉപയോഗങ്ങൾ പറഞ്ഞാൽ തീരില്ല. ഈ ഒരു പരിപ്പിൻ്റെ സത്തെടുത്തും അത് ഉണക്കിപ്പൊടിച്ചും ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. കുരുവിന് മുകളിലുണ്ടായിരുന്ന ജാതിപത്രി പൂ പൊട്ടാതെ അടർത്തിയെടുത്ത് നല്ല വെയിലത്തിട്ട് ഉണക്കി വേണം വിൽക്കാൻ. ഇങ്ങനെ ഉണങ്ങി വന്ന ജാതിപത്രിയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൂട്ടിൽ നമ്മളുടെ കൈകളിലേക്ക് എത്തുക.